വർക്കൗട്ടും വേണം, അതുപോലെ തന്നെ സോഷ്യൽ ലൈഫും വേണം. വർക്കൗട്ട് നിങ്ങൾക്ക് എന്ത് വർക്കൗട്ട് ആയിക്കോട്ടെ, റണ്ണിങ് ആയിക്കോട്ടെ, സ്വിമ്മിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, വർക്കൗട്ട് വേണം. എന്തിനാ വെച്ചാൽ അത് നമ്മളെ ഫിസിക്കൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് വർക്ക് മാത്രമല്ല, ചില സമയങ്ങളിൽ നമുക്ക് ഇവിടെ നമ്മളെ ഗോൾ എന്താണോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണോ, അതിന് വേണ്ടി ചിലത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് നമ്മളൊരു ഇതിൽ നോക്കണമെങ്കിൽ, ജനറൽ ബ്രോഡ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് അവിടെ വേണം നമ്മളെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മളെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൻ്റെ അർത്ഥം നിങ്ങൾ കുറേ നേരം പുറത്ത് സ്പെൻഡ് ചെയ്താണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കറങ്ങി നടന്നാണ്ട് നിങ്ങൾ ഉറക്കം സാക്രിഫൈസ് ചെയ്യണമെന്നല്ല. പക്ഷേ എന്നും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ, കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം സംസാരിക്കാൻ ടൈം കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ് ഫോർ യു മെൻ്റൽ ഹെൽത്ത്. ഇപ്പം എൻ്റെ ഒരു ഗോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ ജിമ്മിൽ തന്നെ ആൾക്കാരുണ്ട്, ജിമ്മിൽ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടാവും, അവരോട് സംസാരിക്കുക. നമ്മൾ ട്രെയിനർ, നമ്മളെ ഒപ്പം വർക്കൗട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഓലെ കാണാം. അപ്പോൾ വർക്കൗട്ടും അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കൽ അവിടെയായി, സോഷ്യലൈസിങ് അവിടെയായി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ചില ടൈമിൽ ഓടാൻ പോലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അറിയണോലുണ്ടാവും, നമ്മൾ ഓടാൻ പോകണോലുണ്ടാവും, നമ്മളതേപോലെ. അപ്പോൾ അവരോട് സംസാരിക്കും. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ എലമെൻ്റ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നു. അതായത് നമ്മളൊരു സോഷ്യൽ ബീയിങ്സ് ആണ്. നമ്മളെപ്പോഴും ഒറ്റക്കായി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് ഹെൽത്തിൻ്റെ കേസിൽ.